അല്ല, ചിന്താ ജെറോമിൻ്റെ അർഹതയിലൊന്നും എനിക്ക് സംശയമില്ല. പക്ഷേ ഇപ്പോൾ ചിന്താ ജെറോമിൻ്റെ പേര് ഉയർത്തിക്കൊണ്ടുവരുന്നത് മറ്റാരെങ്കിലുമൊക്കെ വെട്ടാനാണോ എന്ന ചില സംശയങ്ങളുണ്ട്. കാരണം എം ഷാജർ, ഷിജു ഖാൻ തുടങ്ങിയ പേരുകൾ അതിനകത്തേക്ക് ഉണ്ടായിരുന്നു. ആ നേതൃത്വത്തിലേക്ക് പരിഗണിക്കപ്പെടുന്ന പട്ടിക DYFയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് രണ്ടുപേരും. പക്ഷേ ഇപ്പോൾ എം വി ഗോവിന്ദൻ്റെയൊക്കെ താല്പര്യം ചിന്താ ജെറോമിനെ കൊണ്ടുവരാനും അതുപോലെ എം വിജിനെ സംസ്ഥാന സെക്രട്ടറിയാക്കി മാറ്റാനുമാണ്. കാരണം ഷാജർ സംസ്ഥാന സെക്രട്ടറി പോസ്റ്റിലേക്കോ പ്രസിഡന്റ് പോസ്റ്റിലേക്കോ ഒന്നും വരുന്നതിൽ എം വി ഗോവിന്ദന് താല്പര്യമില്ല. അതിൽ കണ്ണൂർ പൊളിറ്റിക്സിൻ്റെ ചില ഘടകങ്ങൾ ഉണ്ട്. പി ജയരാജനൊപ്പം നിന്ന ആളാണ് ഷാജർ എന്നതൊക്കെ നമുക്കറിയാം. മാത്രമല്ല, കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ തന്നെ AKG സെൻറ്ററിലേക്ക് DYFI സെൻട്രൽ പ്രവർത്തിക്കുന്ന നേതാക്കളെ വിളിച്ചു വരുത്തി സംസാരിച്ചിരുന്നു. അപ്പോൾ പ്രായപരിധി കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കുറയ്ക്കുന്നതിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടായി. അപ്പോൾ അതിനോട് നേതാക്കൾ എതിർപ്പ്, ഷാജർ അടക്കമുള്ളവർ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നൊക്കെയുള്ള പല ചിന്തയ്ക്കും ഏതാണ്ട് 39 ഒക്കെ അടുത്തുണ്ട്. എന്നാലും ഇപ്പോൾ DYFIയിൽ പ്രായപരിധി ഇല്ല കേട്ടോ യഥാർത്ഥത്തിൽ. അപ്പോൾ അത് കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടായി എന്നും അത് പലരെയും ഒഴിവാക്കാനാണ് എന്നതടക്കമുള്ള വിഷയം. പക്ഷേ ഇതിനിടയിൽ ചില കാര്യങ്ങൾ കൂടി സ്ത്രീ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് DYFI നടന്നിട്ടുണ്ട്. ഈ സമ്മേളനത്തിൻ്റെ 2 ജില്ലാ സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ ജില്ലകളിലും പ്രധാന ഭാരവാഹിത്വത്തിലേക്ക് സ്ത്രീകളെ കൂടി കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ 4 ജില്ലകളിൽ ഇപ്പോൾ DYFIക്ക് വനിതാ അധ്യക്ഷന്മാരുണ്ട്. പക്ഷേ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാളെ പോലും തെരഞ്ഞെടുത്തില്ല. 8 ട്രഷറർ സ്ഥാനത്ത് ഉണ്ട് എന്നതുകൂടി ഇതോടൊപ്പം സൂചിപ്പിക്കുകയാണ്. പക്ഷേ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാളെ പോലും ജില്ലകളിലും ഇല്ല എന്നാണ് ഞാൻ എൻ്റെ പ്രാഥമിക പരിശോധനയിൽ മനസ്സിലാക്കിയത്. ഏതായാലും ഓഗസ്റ്റ് സംസ്ഥാന സമ്മേളനം 19 തൊട്ട് 22 വരെ നടക്കുകയാണല്ലോ. ഏതായാലും DYFIയിൽ ഒരു ചരിത്രപരമായ മാറ്റം ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കാം.